Hi, welcome to the butterfly page of the main function in the Kerala style of the parliamentarian of the contract of the vocational higher secondary school of the main function between Incansalam and Florinsalam is between the two people in the link is the link. It is commentary from the Kerala star 100% literacy is the main is the amount the baby. It is the main function between the two people is the link is the link. എല്ലാം മനസ്സിലായോ? ഒന്നും മനസ്സിലാകത്തില്ല. നമ്മുടെ ഇവിടുന്ന് എം പി ആയിട്ട് ഈ പാർലമെൻറ്റിൽ പോയി പ്രസംഗിക്കുന്ന ചില മന്ത്രിമാരുടെയൊക്കെ ഭാഷകളും കാര്യങ്ങളൊക്കെയാണ് മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്. ഇതാണ് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമ്പോൾ കുറച്ച് വിവരം വിദ്യാഭ്യാസമുള്ള ആളുകളെ നോക്കി വിജയിപ്പിക്കണമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. എല്ലാവർക്കും പറ്റും ഈ നാണക്കേടും തോന്നുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത്യാവശ്യം നാണാഭിമാനം ഉള്ളവർക്കൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ചളിപ്പ് തോന്നും. നമ്മുടെ എം പിമാരൊക്കെ ആണല്ലോ അവിടെ പോയിട്ട് ഈ ഇങ്ങനെയൊക്കെ വിളിച്ച് പറയുന്നത് നോക്കുമ്പോഴത്തേക്ക് നല്ല ചളിപ്പ് വരും. നാണാഭിമാനം ഉള്ളവർക്ക്, അല്ലാത്തവർക്ക് കുഴപ്പമില്ലായിരിക്കും, കുളിരായിരിക്കും. പ്രത്യേകിച്ച് സഖാക്കൾക്ക് നല്ല കുളിരായിരിക്കും. ആഹാ കണ്ടോ എന്ത് നല്ല സൂപ്പർ ഇംഗ്ലീഷാണ് പറയുന്നതെന്നായിരിക്കും ഉമ്മാരുടെ വിചാരം. എന്നാ നാണക്കേടാന്ന് ആലോചിച്ച് നോക്കി. അതായത് സ്കൂളിൻ്റെ പടിവാതിൽ പോലും കാണാതെ കണ്ട KSRTC എല്ലാം കല്ലിനും പെറുക്കി എറിഞ്ഞവരെയൊക്കെ പിടിച്ച് മന്ത്രിമാരെയും MLA എം പിമാരും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെപ്പോലുള്ള നാട്ടുകാർ, കേരളത്തിലുള്ള നമ്മൾ മലയാളികളെല്ലാം നാണം കെടേണ്ടി വരും. മനസ്സിലായോ? അതാണ് ഈ കുഴപ്പങ്ങൾ മൊത്തം. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഇലക്ഷനിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിക്കഴിഞ്ഞാൽ കൊടിയുടെ നിറം നോക്കിയിട്ടാണ് പോയി കുത്തുന്നത്, അല്ലെങ്കിലോ ജാതി മതം നോക്കിയിട്ട് കുത്തും. അതേസമയം അയാൾക്ക് വിവരം വിദ്യാഭ്യാസം ഉണ്ടോ, നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങ് പാർലമെൻറ്റിൽ പോയി അവതരിപ്പിക്കാനായിട്ടുള്ള വിവരം ഉണ്ടോ, ഇതൊന്നും നമ്മുടെ നാട്ടുകാർ നോക്കത്തില്ല. പോയി കുത്തുക ജാതി മതവും മറ്റേ എന്നാ പാർട്ടിയുടെ കൊടിയും നോക്കിയിട്ട്. What the take of the government in this regard? See, 43% of rising in terms of fare, according to this report. Can you imagine the plight of expertise in the Gulf region? As you know that we are representing Kerala, a lot of our brothers and sisters have been working over there. Our brothers and sisters. India is my country. All Indians are my brothers and sisters. Actually, can you imagine the plight of those NRIs? They work there throughout the year. Porate. Come on. And only occasionally get a leave, sir. This is the just. Yes. Come on. Yesterday was the Eid day, the Holy Ramadan day, the Eid day, even in Onam, and so many other events. In connection with those events, they can come to their homeland, come back to their homeland. But unfortunately, the NRIs, the Pravasis can't come. Even yet they get the leave. Even they get the leaves, they can't come due to the exorbitant hike of the travel fare. So, Comrade Santosh already mentioned here. What is the role of the union government? Sir, just a minute, sir. I have time. Sir, can you imagine the plight of these passengers? Another one thing is that the government is making laws that favor of corporates, but where are the policies that protect the interest? ഇത് നോക്കി വായിച്ചിട്ടും ശരിയാകുന്നില്ലെന്നുള്ളതാണ്. Sir, I am coming from Kerala. I am representing Kerala. A tragic death of Anna Sebastian, a young woman from Ernakulam, Kerala, who worked at the മതി ഇനിയും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് കുഴിച്ച് നമുക്ക് അങ്ങ് പാതാളത്തിലോട്ട് ഇറങ്ങിപ്പോകാനൊക്കെ തോന്നും. ഇനി ഞാൻ മറ്റൊരാളുടെ പ്രസംഗം കേൾപ്പിക്കാം. ഇത് ഒരു പക്ഷേ കമ്മികൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. കമ്മികൾക്ക് ഇഷ്ടപ്പെടുന്നതാണല്ലോ ഇപ്പോൾ കാണിച്ചത്. ഇനി സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രസംഗം കേൾപ്പിക്കാം, മനസ്സിലാകുന്നതും. Was taken to rake up a certain situation which is worming in the state of Kerala. Right. I will tell you, these people in the Assembly of Kerala have passed a resolution. Tomorrow, after the Rajya Sabha decision, that resolution is going to be drowned in the Arabian Sea. You just wait for this episode. It is happening. The people of Kerala. Okay. Sir, Thank you. I cannot yield. I will not yield. I will not yield. Thank you. No. Please. No.
കണ്ടല്ലോ, ഇത്ര ഞാൻ കാണിക്കുന്നുള്ളൂ. സുരേഷ് ഗോപിയുടെ പ്രസംഗമൊക്കെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്, നല്ല നല്ല സ്പീച്ചുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടും. പക്ഷേ ഈ സ്പീച്ച് എല്ലാവർക്കും മറ്റും ഇഷ്ടപ്പെടത്തില്ല. പ്രത്യേകിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ കൂട്ടർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. ആ ഗണത്തിൽപ്പെട്ട ചില ആളുകളുടെ കമൻറ്റുകൾ ഞാൻ കാണിക്കാവേ. അതായത് സുരേഷ് ഗോപിയുടെ ഈ പ്രസംഗത്തിൻ്റെ അടിയിൽ വരുന്ന കുറച്ച് കമൻറ്റുകളുണ്ട്. ഇവരെയൊക്കെ അന്തങ്ങളെന്നല്ലാതെ എന്ത് പറയാനായിട്ടാണ്? അതായത് ഇവർക്ക് ഇപ്പോഴും സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, അത് MP എന്നുള്ള നിലയിൽ നല്ല പ്രവർത്തനങ്ങൾ വെക്കുന്നുണ്ടോ, ഇതൊന്നുമല്ല അവർക്ക് വിഷയം. സുരേഷ് ഗോപി എങ്ങനെ പെരുമാറുന്നു, നടക്കുന്നുണ്ടോ, ഇരിക്കുന്നുണ്ടോ, തലയും കുത്തി നിൽക്കുന്നുണ്ടോ, ഇതൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ. അങ്ങനെയുള്ള അന്തങ്ങളുടെ കുറച്ച് കമൻറ്റുകൾ കാണിക്കാവേ. തൃശ്ശൂർക്കാരോട് വല്ല കാര്യം ഉണ്ടായിരുന്നോ? മൊയന്ത ഇത് സിനിമയല്ല, പാർലമെൻറ്റാണ്. ഇവനിപ്പോഴും ഭരത്ചന്ദ്രനാണെന്നാണ് വിചാരം. അങ്ങനെ ആണെങ്കിൽ ഇപ്പം എന്താ സംസാരിക്കുന്ന കറക്റ്റല്ലേ? അവിടെ പോയിട്ട് വഖഫ് ബോർഡിൻ്റെ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ പ്രശ്നങ്ങളും എല്ലാം കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നില്ലേ? അല്ല അവിടെ പോയി ദാറ്റ് ഈസ് മെയിൻ ഇറ്റ് ഈസ് ഐ ആം ഫ്രം കേരള ഓഫ് ഇന്ത്യ ടുഡേ ഈസ് എന്നൊക്കെ പറയുന്നത് ഇവന്മാർക്കൊക്കെ ഇഷ്ടം. പുള്ളിയോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കും ലൊക്കേഷനല്ല പാർലമെൻ്റ് ആണെന്ന്. ഇവരുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവർക്ക് ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ അങ്ങനെയൊന്നും അല്ല ഇവർക്ക് വിഷയം. അവർക്ക് സുരേഷ് ഗോപിയോട് ഇഷ്ടമില്ല. അതുകൊണ്ട് സുരേഷ് ഗോപി എന്ത് പറഞ്ഞാൽ അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമല്ല. നമുക്ക് എന്നാ പറയുന്നത്, നമുക്കിതുപോലുള്ള സാധാരണ മറ്റേ പൊട്ട ഇംഗ്ലീഷും മുറി ഇംഗ്ലീഷും പറയുന്ന കുറേ മന്ത്രിമാരെ MP മാരെയൊക്കെ ജയിപ്പിച്ച് വിട്ടിട്ട് അവരവിടെ പോയി നമ്മളെ നാണം കെടുത്തിയാലൊന്നും നമുക്ക് വിഷയമില്ല. എനിക്ക് സുരേഷ് ഗോപിനെ ഇഷ്ടമില്ല. ഇതാണ് അവസ്ഥ. അതായത് ഞാൻ പറയുന്ന ഒരു വിദ്യുശക്തി മന്ത്രിയായിട്ടിരിക്കണമെങ്കിൽ മിനിമം ഒരു ഇലക്ട്രീഷ്യനെങ്കിലും ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഇലക്ട്രീഷ്യൻ തന്നെ ആണെന്ന് ഞാൻ നിർബന്ധമൊന്നും പറയുന്നില്ല. കാരണം ആ ഒരു വിഷയത്തിൽ നല്ല അറിവുള്ള ആളായാലും മതി, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും മതി. കാരണം ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് പല വിഷയത്തിൽ ഒരുപാട് അറിവുകളും കാര്യങ്ങളൊക്കെ കാണുമല്ലോ. പിന്നെ ഇതുപോലെ സംസാരിക്കാൻ അറിയണം, അത്യാവശ്യം ഇംഗ്ലീഷും കാര്യങ്ങളും അങ്ങനെയുള്ള ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു കഴിവും വേണം, അല്ലേ? അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോയി മറ്റുള്ളവരെ ധരിപ്പിക്കുന്നത്? അവിടെ പോയി കൈയും കാലും കാണിച്ചാൽ മതിയോ? നമ്മുടെ നാട്ടുകാർ എന്തുകൊണ്ടാണ് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരെ വിജയിപ്പിക്കാത്തത്? അവർക്ക് എന്തുകൊണ്ടാണ് ഇവർ ഈ രാഷ്ട്രീയവും ജാതിയും മാത്രം നോക്കി വോട്ട് കുത്തുന്നത്? പറയുമ്പം വലിയ മതേതരത്വമാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറയും. ഒരു ചുക്കുമല്ല ഇവിടെ. അതുപോലെ വർഗീയതയുള്ളൊരു നാട് തന്നെയാണ് കേരളം. നോർത്ത് ഇന്ത്യയിലോട്ടൊന്നും നോക്കാതെ നമ്മുടെ സ്വന്തം നാട്ടിലോട്ട് തന്നെ ശരിക്കും കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വർഗീയതയെല്ലാം പച്ചയ്ക്ക് കാണാൻ പറ്റും. വരും തലമുറയോട് യാതൊരു ഉത്തരവാദിത്വവും സ്നേഹവും ഇല്ലാത്തവരാണ് ഇതുപോലെ കൊടിയുടെ നിറവും ജാതിയും നോക്കി വോട്ട് കുത്തുന്നത്. കാരണം ഇനി വരുന്ന തലമുറയ്ക്ക് ഭാവി വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അവർ പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല തൊഴിലും കാര്യങ്ങളും വേണമെങ്കിൽ, ഇവിടെ നല്ല വ്യവസായ സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ അതുപോലെയുള്ള ഭരണകർത്താക്കൾ വേണമെന്ന് ഇവരെന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അവർക്ക് സ്വാർത്ഥത. എനിക്കൊരു പാർട്ടിയിൽ വിശ്വാസമുണ്ട്. ആ പാർട്ടി നിർത്തുന്ന വ്യക്തി എത്ര വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ആളാണെങ്കിൽ പോലും ഞാൻ അയാൾക്ക് കുത്തത്തുള്ളൂ. അത് അടുത്ത തലമുറയുടെ സ്നേഹം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ, അതായത് ഇവിടെ മെഡിസിൻ പഠിച്ചാലും എഞ്ചിനീയറിംഗ് പഠിച്ചാലും എന്ത് പഠിച്ചെന്ന് പറഞ്ഞാലും ഇവന് ജോലി കിട്ടണമെങ്കിൽ അവനങ്ങ് യൂറോപ്യൻ കൺട്രീസിലോട്ടും ഗൾഫിലോട്ടും ഒക്കെ പോകണം. ഇവിടെ എന്താ ഉള്ളത്? ആ വ്യവസായ സംരംഭം എന്ന് പറയാനുണ്ട്, കുറേ തുണിക്കടകളും ബേക്കറികളും ഹോട്ടലുകളും അല്ലാതെ എന്താ ഉള്ളത്? ആ ഒരു ഗീറ്റക്സ് ഉണ്ടായിരുന്നു, അത് ഓടിച്ചു. ഇതല്ലേ ഇവിടെ നടക്കുന്നത് മൊത്തം. അടുത്ത തലമുറയോട് സ്നേഹമുണ്ടെങ്കിൽ, അവർ ഈ നാട്ടിൽ സുഖമായിട്ട് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇനിയെങ്കിലും ഈ കൊടിയുടെ നിറവും ജാതിയും നോക്കാതെ നല്ല സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ശ്രമിക്കുക. ഇനിയും അതിന് സാധിച്ചില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. പിള്ളേരെല്ലാം നേരെ യൂറോപ്യൻ കൺട്രീസിലോട്ടും ഗൾഫിലോട്ടും എല്ലാം കയറിപ്പോകും. ഇവിടെ കുറേ വൃദ്ധന്മാരും, അതായത് ഇവരെല്ലാം വിജയിപ്പിച്ച് വിട്ട ആളുകളുണ്ടല്ലോ, അവർ ഇങ്ങനെ ആരും ഇല്ലാതെ ഇങ്ങനെ അവനവൻ്റെ വീടുകളിൽ ഇങ്ങനെ ക്ലച്ചും പോയി ബ്രേക്കും പോയിട്ട് ഇങ്ങനെ ജീവിക്കും. വല്ലപ്പോഴും പിള്ളേരും എല്ലാം വന്നെങ്കിലായി.